Hi friends, once again welcome back to JM Journey. The greatest of all time, തലപതി വിജയ്, നമ്മുടെ സ്വന്തം വിജയണ്ണൻ നായകനായിട്ട് വരുന്ന സിനിമയുടെ അപ്ഡേറ്റുകളൊന്നും കിട്ടുന്നില്ല. അപ്ഡേറ്റ് എവിടെ എന്നാണ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ രണ്ട് അപ്ഡേറ്റുകളാണ് പറയാനുള്ളത്. ഒന്ന്, സിനിമയുടെ നെക്സ്റ്റ് അപ്ഡേറ്റ് എപ്പോൾ വരും എന്ന അപ്ഡേറ്റ്. രണ്ട്, സിനിമ ഉപേക്ഷിച്ചു എന്ന് വരെ കേൾക്കുന്നുണ്ട്. അതൊക്കെ വൻ പൊട്ടത്തരമാണ്, നമുക്കും അറിയാം. പക്ഷെ സിനിമയുടെ VFX-ൽ കുറച്ച് പ്രശ്നങ്ങൾ സംഭവിക്കുകയും സെപ്റ്റംബർ 5-ന് സിനിമ റിലീസ് ആവില്ല എന്നും ഒരു സംഭവം പരക്കെ എയറിലുണ്ട്. അത് വരാനുള്ള കാരണം, ഒരു കമന്റിന് മറ്റൊരു കമന്റ് നമ്മുടെ അർച്ചന കൽപ്പാത്തി എന്ന് പറയുന്ന ഇതിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിട്ടുള്ള പുള്ളിക്കാരി കമന്റ് കൊടുക്കുകയും അവിടെ ഒരു തെറ്റിദ്ധാരണ സംഭവിക്കുകയും ചെയ്തു. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ തെറ്റിദ്ധാരണ ആവുന്നുണ്ടാവും. അതുകൊണ്ട് എന്താണ് സംഗതി എന്നുള്ളത് ഞാൻ ആദ്യമേ അങ്ങോട്ട് പറയും. അതായത്, ഫോറം കേരളം എന്ന് പറഞ്ഞിട്ടുള്ള ചാനല് ഒരു പോസ്റ്റ് ഇട്ടു. വൺ ഓഫ് ദ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ബിഗ് റിലീസ് ഓഫ് ദ ഇയർ മൈറ്റ് ബി ഡിലേഡ് ഡ്യൂ ടു അൺഫിനിഷ്ഡ് VFX വർക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. VFX വർക്ക് തീരാത്തത് കൊണ്ട് മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമ, ബിഗ് ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമ നീട്ടിവെച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഡിലേ ചെയ്തു തോന്നുന്നു. ഈ ഇയറിലെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് IMDb നോക്കുകയാണെങ്കിൽ അറിയാലോ, ഈ കങ്കുവയുടെ മുകളിലാണ് IMDbയിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇത് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ദ ഗോട്ട് ആണെന്ന് തെറ്റിദ്ധരിച്ചു. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ പിറകിൽ താഴെ നമ്മുടെ അർച്ചന കൽപ്പാത്തി വന്നിട്ട് റീപ്ലൈ കൊടുത്തു. നോട്ട് ട്രൂ. ഈ ഫോറം കേരളത്തിന് മെൻഷൻ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നോട്ട് ട്രൂ. വി ആർ വെരി മച്ച് ഓൺ ട്രാക്ക് ആൻഡ് വർക്കിംഗ് 24/7 ടു മേക്ക് എ kick-ass film എന്നാണ് പറയുന്നത്. kick-ass film. ആസിന് കിക്ക്. പ്ലീസ് ഡോണ്ട് സ്പ്രെഡ് നെഗറ്റിവിറ്റി ആൻഡ് ഫോൾസ് ന്യൂസ് എന്ന് പറഞ്ഞിട്ട്. അതായത് അത് തെറ്റാണ്. ഞങ്ങൾ 24 മണിക്കൂറും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു kick-ass film തരാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, നിങ്ങൾ ഇങ്ങനത്തെ നെഗറ്റിവിറ്റി ഒന്നും സ്പ്രെഡ് ചെയ്യരുത്, ഈ തെറ്റായുള്ള വാർത്തകളൊന്നും സ്പ്രെഡ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ താഴെ വന്നിട്ട് പുള്ളിക്കാർക്ക് മനസ്സിലായി, അതായത് എവിടെയും ഗോട്ടൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പുള്ളിക്കാരി എന്തിനാണ് ഇങ്ങനെ പോയി കമന്റ് പറഞ്ഞത്? ഇത് വലിയ രീതിയിൽ ചർച്ചയായപ്പോൾ താഴെ പോയിട്ട് പുള്ളിക്കാരി വീണ്ടും ഒരു പോസ്റ്റ് ഇട്ടു. സോറി, ജസ്റ്റ് റിയലൈസ്ഡ് യു ഹാഡ് നോ ടാഗ്ഡ് ഗോട്ട്. പിന്നെ കണ്ണൊത്തിരിക്കുന്ന ഒരു കുരങ്ങൻ. വി ആർ ഓൺ ടൈം ഗൈസ്, September 5th വേൾഡ് വൈഡ്. വി ആർ ഓൺ ടൈം ഗൈസ്, September 5th വേൾഡ് വൈഡ്. അങ്ങനെ പറഞ്ഞിട്ട് ഒരു സംഭവം കൂടെ പുറത്തിട്ട്. ഈ വാർത്ത വന്നിരിക്കുന്നത് 29 ജൂലൈയിലാണ്. മനസ്സിലായില്ലേ? 6:15 AM. അത് ഇന്ന് 6:15 AM രാവിലെ വന്നിട്ടുള്ള വാർത്തയാണ്. ഈ ഒരു വൈകുന്നേരം ആയപ്പോഴേക്ക് ഇത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്പ്രെഡായി. എന്താണ് യാഥാർത്ഥ്യം എന്നൊന്നും ആർക്കും അറിയണ്ട. പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഗോട്ട് നീക്കി വെച്ചു. ഗോട്ട് September 5-ന് വരില്ല, ഡേറ്റ് നീട്ടി വെച്ചു. അത് സെപ്റ്റംബറിൽ വരില്ല. പക്ഷെ ഇപ്പൊ ഇവര് പറഞ്ഞിരിക്കുകയാണ് കറക്റ്റ് September 5 വേൾഡ് വൈഡിൽ തന്നെ റിലീസ് ചെയ്യും, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല എന്ന് കൺഫേം ആക്കിയിട്ടിരിക്കുകയാണ് നമ്മുടെ അർച്ചന കൽപ്പാത്തി. പിന്നെ മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയുമ്പോൾ അവർക്ക് ഇപ്പൊ അവരുടെ സിനിമയായിരിക്കും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ്. അതല്ലാണ്ട് കൽക്കി വരാണ്ട്, തങ്കലാൻ വരുന്നുണ്ട്. പക്ഷെ ഈ IMDb വെച്ച് നോക്കുമ്പോഴും മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മൂവി എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനത്ത് വേറെ കുറെ സിനിമകൾ ഉണ്ടെങ്കിലും കങ്കുവയുടെയും തങ്കലാന്റെ ഒക്കെ മുകളിൽ തന്നെയാണ് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. സോ അതിന് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൻഡ് നെക്സ്റ്റ് അപ്ഡേറ്റ് എപ്പോ? ഇതേ ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഒരു ആരാധകൻ. അക്ക, നെക്സ്റ്റ് അപ്ഡേറ്റ് എപ്പോ? ഇത് അർച്ചന കൽപ്പാത്തിനെ മെൻഷൻ ചെയ്തിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന് താഴെ അർച്ചന കൽപ്പാത്തി തന്നെ വന്നിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഫ്രം August 1st, August 1 മുതൽ ഇതിന്റെ അപ്ഡേറ്റ് വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ കുറെ മുമ്പ് ഇതിന്റെ സംവിധായകൻ വെങ്കട്ട് പ്രഭു, പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലിയോ വരുന്ന പോലെ ഒരു പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നെ അപ്ഡേറ്റുകൾ ഇങ്ങനെ ചാകര എന്ന് പറഞ്ഞ പോലെ 1 by 1 ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കും ഫ്രം August 1st എന്ന് കൊടുത്തിട്ടുള്ളത്. ആൻഡ് പറഞ്ഞു കേൾക്കുന്നത് August 1st വീക്കിൽ തന്നെ ഇതിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇവര് പുറത്ത് വിടും എന്നാണ്. പക്ഷെ അത് അങ്ങനെ പറഞ്ഞു കേൾക്കുന്ന വാർത്ത മാത്രമാണ്, ഒരു റൂമർ മാത്രമാണ്. കൺഫേം അല്ലാത്തതുകൊണ്ട് നമ്മളത് പറയുന്നില്ല. അൺഒഫീഷ്യൽ ആയിട്ടുള്ള കിട്ടിയിട്ടുള്ള വാർത്തകൾ വെച്ചിട്ടാണ്. കാരണം ഒരുപാട് ഫാൻ പേജുകളിലൂടെയൊക്കെയാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ ഒരു വാർത്ത ആയതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെയാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നുള്ളത് മറ്റൊരു കാര്യം. സോ ഈ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ നെഗറ്റിവിറ്റി ഡോണ്ട് സ്പ്രെഡ്, ഫോൾസ് ന്യൂസ് ഡോണ്ട് സ്പ്രെഡ്.
ഓഗസ്റ്റ് 1 മുതൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം. സോ അതോടുകൂടി ഒരു കാത്തിരിപ്പ് അവസാനിക്കും. പിന്നെ മേ ബി ഈ ഫസ്റ്റ് വീക്ക് വന്നിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് 15 ഇവർ പുറത്ത് വിട്ടാലും മതി. സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ട്രെയിലർ അങ്ങ് പുറത്ത് വന്നാലോ, അങ്ങനെ വേണം പ്രതീക്ഷിക്കാം. മാത്രമല്ല ഈ ഓഗസ്റ്റിൽ ഒരുപാട് പ്രത്യേകതയുള്ള കുറെ ദിവസങ്ങൾ വരുന്നുണ്ട്. മലയാളികളെ സംബന്ധിച്ചോളം, തമിഴന്മാരെ സംബന്ധിച്ചോളം ഇതൊക്കെ ഉണ്ടോന്നും അറിയില്ല. അതൊക്കെ പറയാനുള്ളൂ. പോട്ടെ.